ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്ന എവിടേക്കാണെന്ന് അറിയണ്ടേ? കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രം. ഇത് ഒരു പ്രത്യേക ഐലൻഡാണ്. നമുക്ക് കൊല്ലത്ത് ചെന്നിട്ട് വേണം കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലേക്ക് പോകാൻ. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു ദ്വീപാണ്. അതുപോലെ ആഗ്രഹ സാഫല്യത്തിനായി ധാരാളം ഭക്തർ ഇവിടെ എത്തി മണി കെട്ടുന്നൊരു വഴിപാട് ഇവിടെ നേർച്ചയായിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെ വന്ന് സാഫല്യമായിട്ട് മണി കെട്ടി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു മരം നിറയെ മണികളാണ്. അത് തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഈ അമ്പലത്തിൻ്റെ പ്രത്യേക ഒരു ആകർഷണം എന്ന് പറയുന്നത് നല്ല മനോഹരമായ ബീച്ചാണ്. ഇവിടെ എന്ന് പറയുന്ന കുഞ്ഞു കുട്ടികൾക്ക് സഹിതം നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബീച്ചാണിത്. കാരണം വളരെ ശാന്തമാണ്, തിരക്കോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. വളരെ വൃത്തിയാണെന്നുള്ളതാണ് ഒന്നാമത്തെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് വളരെ നേരം നിന്ന് തിരകളൊക്കെ ചവിട്ടാനും അനുവൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കൊല്ലം ബീച്ചിലൊക്കെ പോയാൽ നമുക്ക് ഇതുപോലെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ആകുമ്പോൾ ശാന്തമായി നിന്ന് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിലേക്ക് കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ദൂരെ നിന്നൊരു ചേട്ടൻ ഇങ്ങനെ വള്ളത്തിൽ മീനൊക്കെ കൊണ്ടിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ നേരം ആ ബീച്ചിൽ ചിലവഴിച്ചു. അനുവിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വലിയ തിരക്കും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുറേ നേരം നമുക്കവിടെ സമയം ചിലവഴിക്കാൻ. വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലമാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത്. ഇവിടെ ജങ്കാർ സർവീസ് എല്ലാം ഉണ്ട്. നമുക്ക് ജങ്കാറിൽ ഇവിടേക്ക് എത്തിച്ചേരാം. അതും ഒരു പ്രത്യേക അനുഭവമാണ്. അതൊക്കെ ഫ്രീ സർവീസാണ്. ജങ്കാറൊക്കെ ഫ്രീ സർവീസാണ്. നമുക്ക് കൊല്ലത്ത് വന്നതിന് ശേഷം അവിടുന്ന് വരാം. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ആ ചേട്ടൻ മീൻ കൊണ്ട് കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഫ്രഷായിട്ട് കുറച്ച് അയല മീൻ അവിടെ നിന്ന് വാങ്ങിച്ചു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ജീവിതത്തിൽ ഇതുപോലെ നേരെ പിടിച്ച് നമുക്ക് കൊണ്ടുവരുന്നൊരു മീൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ. അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മീനൊക്കെ അവിടെ നിന്ന് വാങ്ങി. നല്ല അയല മീനായിരുന്നു. അവിടെയൊക്കെ വാങ്ങി ആ ബീച്ചൊക്കെ ഒരുപാട് നേരം ആസ്വദിച്ചു. അമ്പലത്തിലൊക്കെ തൊഴുതു. ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരികെ ജങ്കാറിലേക്ക് കയറി നമ്മൾ അവിടെ നിന്നും തിരിച്ച് കൊല്ലത്തിന് വരാനായിട്ട് നമുക്ക് ഈ ജങ്കാറിൽ കയറി കായൽ കുറുകെ ഇക്കരെ വന്നതിന് ശേഷമാണ് നമ്മൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പോൾ വളരെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അവിടെ അമ്പലത്തിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ അവിടെ സമ്മതിക്കില്ല. ഒക്കുന്ന വീഡിയോകൾ കിട്ടിയ ഭയങ്കര വെയിലായത് കാരണം വീഡിയോ നമുക്ക് എടുക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പരമാവധി ഒക്കുന്ന വീഡിയോകളെല്ലാം എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച്.